ഹായ് മേരെ പ്യാരെ ബച്ചോ സബ്കോ ആദാബ്. 9ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എജുപോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മക്കളെ, ഇന്ന് മിദ്രാജ് സാർ വന്നത് ഒരു സിമ്പിൾ വീഡിയോയുമായിട്ടാണ് കേട്ടോ. എന്താണ് നമ്മുടെ 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ മേ ഉറുദുഹും അല്ലേ, ഞാൻ ഉറുദു ആകുന്നു. ഈ ഒരു ചാപ്റ്ററിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണ് ചോദ്യം? ഉറുദു കി ആബിത്തി, ഉറുദുവിൻ്റെ ആത്മകഥ. ഉറുദു കി ആബിത്തി, ഉറുദുവിൻ്റെ ആത്മകഥ. മേ ഉറുദുഹും, ഞാൻ ഉറുദു ആകുന്നു എന്നുള്ള ആത്മകഥ. ആപ്പിത്തി, ആപ്പിനെ പഠിഹീന, നിങ്ങൾ പഠിച്ചിട്ടില്ലയോ? ആപ്പിനെ പഠിഹീന, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇസ്കി രോഷിനിമേ, ഇതിൻ്റെ വെളിച്ചത്തിൽ, രോഷിനിമേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറയാം. ഇസ്കി രോഷിനിമേ ഉറുദു ജബാൻ കെ ബാരമേ, ഉറുദു ഭാഷയെക്കുറിച്ച് ഏക്ക് മസ്മൂൻ തയ്യാർ കീജിയെ, ഒരു ലേഖനം തയ്യാർ കീജിയെ, തയ്യാറാക്കിയാലും. അപ്പോൾ നമുക്ക് എങ്ങനെ സിമ്പിളാക്കിയിട്ട് നമ്മൾ ആ പാഠഭാഗം ഒന്ന് പഠിച്ചെടുക്കുക. ദേഖിയെ ബച്ചു, അതിനെക്കുറിച്ച് ഒരു മസ്മൂന്, നമ്മൾ ഒരു ചെറിയൊരു ലേഖനം നമ്മൾ കുറിപ്പ് ചെയ്താം. ദേഖിയെ, ഉറുദു ജബാൻ, ഉറുദു ഭാഷ കി, ഉറുദു ജബാൻ കി പൈദായിഷ്, ഉറുദു ഭാഷയുടെ ജനനം ഹിന്ദുസ്ഥാൻ മേ ഹുയി, ഇന്ത്യയിലാകുന്നു. ഉറുദു ജബാൻ കി പൈദായിഷ് ഹിന്ദുസ്ഥാൻ മേ ഹുയി, ഉറുദു ഭാഷയുടെ ജനനം ഇന്ത്യയിലാകുന്നു. ആജ്, ഇന്ന്, ഉറുദു കാശ്മീർ സെ കന്യാകുമാരി തക്ക് ബോലി, അതുപോലെ ഔർ സമജി ജാത്തി ഹേ, ഇന്ന് ഉറുദു കാശ്മീർ സെ, കാശ്മീർ മുതൽ കന്യാകുമാരി തക്ക്, കന്യാകുമാരി വരെ ബോലി സംസാരിക്കുകയും സമജി ജാത്തി ഹേ, സമജി ജാത്തിയെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതായത് ഇന്ന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇതിനിടയ്ക്ക് ഒരുപാട് ആളുകൾ ഉറുദു സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഉറുദുവിനെ കുറിച്ച്. ഏ ബഹുത്ത് ഷീരീൻ ജബാൻ ഹേ, ഇത് വളരെയധികം ഷീരീൻ, മധുരമുള്ള ജബാൻ ഹേ, ഭാഷയാകുന്നു. ഏ ബഹുത്ത് ഷീരീൻ ജബാൻ ഹേ, ഇത് വളരെ മധുരമുള്ള ഭാഷയാകുന്നു. ഏ ഹിന്ദുസ്ഥാൻ കി തഹസീബ് ക ഏക് അഹം ഹിസ്സാ ഹേ, ഇത് ഇന്ത്യയുടെ, ഹിന്ദുസ്ഥാൻ കി, ഇന്ത്യയുടെ, തഹസീബ് ക, സംസ്കാരത്തിൻ്റെ, തഹസീബ് സംസ്കാരത്തിൻ്റെ ഏക് അഹം ഹിസ്സാ ഹേ, ഒരു പ്രധാന എന്താണ് ഭാഗമാകുന്നു. അഹം ഹിസ്സാ ഹേ, പ്രധാന ഭാഗമാകുന്നു. ഉറുദു സംഗീത് കി ബി ജബാൻ ഹേ, ഉറുദു എന്താണ്? സംഗീതത്തിൻ്റെ, സംഗീത് കി ബി ജബാൻ ഹേ, സംഗീതത്തിൻ്റെയും കൂടി ജബാൻ ഹേ, ഭാഷയാകുന്നു. നമുക്കറിയാമല്ലേ, ഉറുദുവിൽ ഒരുപാട് നസം, ഒരുപാട് കവിതകൾ, അതുപോലെ തന്നെ ഗസലുകൾ, ഖവാലികൾ, ഇതൊക്കെ എന്താണ് വളരെയധികം ഫേമസ് ആണ്. ഒരുപാട് ആളുകൾ കേൾക്കുന്നവരുണ്ട് അല്ലേ, പാടുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഉറുദു സംഗീത് കി ബി ജബാൻ ഹേ, ഉറുദു സംഗീതത്തിൻ്റെയും കൂടി ജബാൻ ഹേ, ഭാഷയാകുന്നു. ഗസൽ ഉറുദു ഷായരി കി ആബ്രു ഹേ, അതിൽ തന്നെ ഗസൽ എന്നത് ഉറുദു ഷാഹിരി കി, ഉറുദു കവിതയുടെ ആബ്രു ഹേ, അഭിമാനമാകുന്നു എന്ന് നമുക്ക് കുറിപ്പ് ചെയ്താൽ അല്ലേ. ഗസൽ ഉറുദു ഷായരി കി ആബ്രു ഹേ. ഏ തുർക്കി ജബാൻ കാ ലഫ്സ് ഹേ, ഉറുദു എന്നത് തുർക്കി ജബാൻ കാ ലഫ്സ് ഹേ, തുർക്കി ഭാഷ, തുർക്കി ജബാൻ കാ, തുർക്കി ഭാഷയുടെ ലഫ്സ് ഹേ, പദമാകുന്നു. ഉറുദു എന്നുള്ള വേർഡ് എങ്ങനെയാണ്? തുർക്കി ഭാഷയിൽ നിന്ന് വന്ന ഒരു പദമാണ്. വൺ വേർഡ് ആയിട്ടും ചോദ്യം വരാറുണ്ട് കേട്ടോ. ജിസ്കെ മഅന, ഉറുദു എന്ന വേർഡിൻ്റെ മഅന, അർത്ഥം, മഅന ഹേ ലേഷ്കർ, ഓക്കെ, സൈന്യം എന്നാകുന്നു. ലേഷ്കർ എന്ന് പറഞ്ഞാൽ എന്താ? സൈന്യം. ജിസ്കെ മഅന ലേഷ്കർ ഹേ, ഓക്കെ. ഉറുദു ജബാൻ കാ ജന്മ ഹിന്ദുസ്ഥാൻ മേ ഹുവ, ഉറുദു ഭാഷയുടെ ജന്മം ഹിന്ദുസ്ഥാൻ മേ ഹുവ, ഇന്ത്യയിലാകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, ഒന്നും കൂടി പറയാം. ഉറുദു ജബാൻ കാ ജന്മം ഹിന്ദുസ്ഥാൻ മേ ഹുവ, ഇന്ത്യയിലാകുന്നു. ഇസ് ജബാൻ നെ ഹിന്ദുസ്ഥാൻ കി, ഈ ഒരു ഭാഷ ഹിന്ദുസ്ഥാൻ കി, ഇന്ത്യയുടെ ജംഗെ ആസാദി, സ്വാതന്ത്ര്യ സമര യുദ്ധങ്ങളിൽ, ജംഗെ ആസാദി, സ്വാതന്ത്ര്യ സമര യുദ്ധങ്ങളിലൊക്കെ ബഹുത്ത് ബഡാ റോൾ അദാ കിയാ ഹേ, എന്ത് ചെയ്തിട്ടുണ്ട്? ബഹുത്ത് ബഡ, വളരെ വലിയ റോൾ, എന്താണ്? റോൾ അദാ കിയാ ഹേ, റോൾ പങ്കുവഹിച്ചിട്ടുണ്ട്, പ്രധാന റോള് പങ്കുവഹിച്ചിട്ടുണ്ട് ഈ ഉറുദു ഭാഷ. ജംഗ് ആസാദിമേ, സ്വാതന്ത്ര്യ സമര യുദ്ധങ്ങളിലൊക്കെ ബഹുത്ത് ബഡ, വളരെ വലിയ റോൾ അദാ കിയാ ഹേ, പങ്കുവഹിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഇത്തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ മക്കളും എഴുതുമല്ലോ, സെറ്റാണല്ലോടാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്, ബൈ.